நிலாவில் அந்த ஈர நினைவில் கண்டு தவிப்பதேனோ மனம் கலங்கி புலம்புகிறேன் கூந்தல் நெளிவில் எழில் கோலச்சரிவில் கூந்தல் நெளிவில் எழில் கோலச்சரிவில் கருவம் அழிந்ததடி என் கருவம் அழிந்ததடி ഏവാ ഇതെവിടെ പോയി? ഏവാ റാൻ ഇവിടെ മുഴുവൻ നോക്കി, ഏവ ഇവിടെ എങ്ങും ഇല്ല. ഹലോ ഹലോ മൈ ഡിയർ ബ്രദർ, എന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ പരിചയപ്പെടുത്താം. ഐ ആം റോക്കി. റോക്കി? നീയോ? അതെ, ഞാൻ തന്നെ. എന്തോ പറ്റി? എന്നെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് വേണ്ടത് എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാൻ പറയാം. നീ അവിടെ അന്വേഷിക്കുന്ന ഒരാളില്ലേ, അവളിപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. ദാ മര്യാദയ്ക്ക് അവളെ തിരിച്ചുകൊണ്ട് വന്നോ. എൻ്റെ സാധനങ്ങൾ ഞാൻ ആർക്കും കൊടുക്കാറില്ല റയാൻ. അതിപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണായാലും. എന്നാലും നിനക്കൊരു ചാൻസ് ഞാൻ തരാം. നീ ഇപ്പോൾ ഞാൻ പറയുന്നിടത്തേക്ക് വരണം. പറ്റുമെങ്കിൽ നീ ഒന്ന് കൊണ്ടുപോകും. ഇവിടെ നിന്ന് നീ ഇവിടെ കൊണ്ടുപോയാ പിന്നെ ഞാൻ നിന്നോട് ചെലവഴിയില്ല. ഡാ, നിങ്ങൾ എവിടെയാ ഉള്ളത്? എല്ലാം തുടങ്ങിയത് ആ ഫാം ഹൗസിൽ നിന്നല്ലേ? അവിടെ നിന്ന് തന്നെ ഇത് അവസാനിപ്പിക്കാം. വാ. പ്ലീസ് ഇങ്ങോട്ട് വരരുത്, അവൻ നിന്നെ കൊല്ലാനാ വിളിക്കുന്നത്. ഇങ്ങോട്ട് വരരുത് റയാൻ, പ്ലീസ്. പ്ലീസ് ഇങ്ങോട്ട് വരരുത്, അവൻ നിന്നെ കൊല്ലാനാ വിളിക്കുന്നത്. പ്ലീസ് ഇങ്ങോട്ട് വരരുത്. അപ്പനെ നീ ഒറ്റയ്ക്കേ വരാവൂ, മനസ്സിലായോ? കൂടെ ആരും ഉണ്ടാകാൻ പാടില്ല. ഇനി നീ കൊണ്ടുവന്നാലും ഐ ഡോണ്ട് കെയർ. എനിക്ക് ഒറ്റയ്ക്കുള്ള പോരാട്ടം ഇഷ്ടം. അതിലെന്തിനാ വെറുതെ ബാക്കിയുള്ളവരെ കൂടെ കയറ്റുന്നത്? മനസ്സിലായല്ലോ? അപ്പോൾ എൻ്റെ പ്രിയ സഹോദരൻ വേഗം അങ്ങ് പോരെ. ബൈ. എങ്ങോട്ടാ? റോക്കി അവൻ എവയും കൊണ്ട് ഫാം ഹൗസിലേക്കാണ് പോയേക്കുന്നത്. എനിക്കിങ്ങോട്ട് ചെന്നേ പറ്റൂ. ഞങ്ങളും വരാം. വേണ്ട ചായ, നിങ്ങൾ വന്ന് ശരിയാവില്ല. റാൻ, നിങ്ങൾ വരണ്ട, അത്ര തന്നെ. ഞാൻ പോവാ. റാൻ, ഇതെന്തോ ട്രാപ്പായി ചായ. അവനെ നമ്മൾ കുറ്റിക്കാൻ പറ്റില്ല. നമുക്ക് പോയേ പറ്റൂ. ഏവാ, ഏവാ, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. ഇവിടുന്ന് പോ. നിന്നെ കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ലേ? ഏവാ വാ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്ന് പോ. വന്നു പറയാൻ. ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. ഇവയെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതല്ലേ? കൊണ്ടുപോയിക്കോളൂ. പക്ഷെ ഒരു കാര്യം, അവൾ സമ്മതിക്കണം. അവളുടെ ഇഷ്ടത്തോടെ അവൾ നിൻ്റെ കൂടെ വരികയാണെങ്കിൽ നീ കൊണ്ടുപോക്കോ. അവൾ എൻ്റെ കൂടെ വരും. വാ ഏവാ. ഏവാ, ഏവാ വാ. ഏവാ, ഏവാ നല്ല കുട്ടിയായിട്ടിരിക്കണം, മനസ്സിലായോ?
അവൻ വന്ന് വിളിക്കുമ്പോൾ നീ കൂടെ പോയാ നീ ഉറപ്പിച്ചോ, അവൻ പിന്നെ ഈ ഭൂമിയിലുണ്ടാവില്ല. ഇത് ഞാനാ പറയുന്നത്. കേട്ടില്ലേ, ഞാൻ നിന്റെ കൂടെ വരില്ലാന്ന്. ഓക്കെ, ദാറ്റ്സ് ഫൈനൽ. അവൾക്ക് നിന്നെ വേണ്ട അറിയാം. ഷീ ജസ്റ്റ് നീഡ് മീ. എന്നെ മതി അവൾക്ക്, മനസ്സിലായോ? സോ യു ക്യാൻ ലീവ്. എനിക്കിത്ര വേണ്ടിയിരുന്നുള്ളൂ. അവൾക്ക് നിന്നെ വേണ്ടാന്ന് അവൾ തന്നെ നിന്നോട് പറഞ്ഞില്ലേ അറിയാം. ഇനി നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. സോ ജസ്റ്റ് ലീവ്. ഷീ ജസ്റ്റ് നീഡ് മീ. എന്നെ മതി അവൾക്ക്, അല്ലേ അവ? അത് നീ പറയുന്നതല്ലേ റോക്കി? ശരിയാ, അവൾ എൻ്റെ കൂടെ വരില്ല എന്ന് പറഞ്ഞു. അവൾ ഇത്രയും നാളും എന്നോട് അവളുടെ നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അവൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന്. ഇപ്പം അവളത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. ഹെർ ഐസ് ടെൽസ്. അന്നും ഇന്നും അവളുടെ കണ്ണുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഷീ ലവ്സ് മീ. അല്ലേ അവ? നോ, നീ ആരെയായി പേടിക്കുന്നേവാ? സത്യം പറ നീ. പ്ലീസ് ഒന്ന് പോ. നോ. Tell me, Eva. Don't you love me? Da. നീ അവളെ കൊന്നോടാ നിന്നെ ഞാൻ. അലക്സ പ്ലീസ്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വാ. ഡോക്ടർ, ഏവ ആഴത്തിലുള്ള മുറിവല്ല. ഡോണ്ട് വറി, ഷി വിൽ ബി ഫൈൻ. സമാധാനമായിട്ടിരിക്കുക, ഞങ്ങൾ നോക്കുന്നുണ്ട്. ഏവ, ഡാ നീയോ? പ്ലീസ്, ഇവിടെ ഹോസ്പിറ്റലാണ്. ഇവിടെ വെച്ചൊരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. റോക്കി, നീ പുറത്ത് പോ. ഞാൻ പറയുന്ന കേക്ക്. ധ്രുവ, ഏവ, നീ ഇപ്പോൾ പുറത്ത് പോ റോക്കി. വെറുതെ വിടില്ല അവനെ ഞാൻ. അലക്സ്, റയാൻ, നിങ്ങൾ രണ്ടാളും നിർത്ത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ കേൾക്ക്. താനാരാ? എല്ലാം പറയാം. ഞാൻ ധ്രുവ, റോക്കിയുടെ ഏട്ടനാണ്. നോക്കണ്ട, സ്വന്തം ഏട്ടനല്ല. അവൻ്റെ അമ്മ ദേവകി, അവരുടെ സഹോദരിയുടെ മകനാണ്. ദേവകി? അതാരാ? നിന്റെ അച്ഛൻ മാത്യു. അയാളെ ചതിച്ചിട്ട് പോയൊരു സ്ത്രീയുണ്ട്, സ്നേഹം കാണിച്ച്. ഒടുവിൽ ആവശ്യം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു പാവപ്പെണ്ണ് ദേവകി. അവളുടെ മകൻ റോക്കി. അവരിപ്പോൾ ഇല്ല.
എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പോൾ അവർ പോയി. റോക്കി, അവരെ ഞാൻ എൻ്റെ കുഞ്ഞായിട്ടാണ് നോക്കുന്നത്. എൻ്റെ കുഞ്ഞാവൻ. നിങ്ങൾക്കൊക്കെ അവൻ താൻ തോന്നി തെമ്മാടിയും തെരുവ് തണ്ടിയും ഒക്കെ ആയത്. എനിക്കവനങ്ങനല്ല. എൻ്റെ ജീവനവൻ. അവനെക്കുറിച്ചൊന്നും അറിയാതെ അവനെ നിനക്കൊന്നും വിലയിരുത്താൻ പോലും പറ്റില്ല. അവൻ സ്നേഹിച്ച അവർക്ക് വേണ്ടി അവൻ ചങ്ക് പറിച്ചു കൊടുക്കും. ശരിയാ, ഞാൻ അവനെ നോക്കിയത് നല്ല രീതിയിലായിരുന്നില്ല. അവൻ തെറ്റായ ദിശയിലോട്ട് പോയപ്പോൾ ഞാൻ അവനെ നന്നാക്കാനും ശ്രമിച്ചില്ല. അല്ല തന്നെ അവൻ എങ്ങനെ നന്നാവും? അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടി വളരേണ്ട പ്രായത്തിൽ നാട്ടുകാരുടെ നോട്ടും തുപ്പും. എന്തിന്? ആഹാരം പോലും കൊടുക്കാതെ പലരും ചവിട്ടി അരച്ചിട്ടുണ്ട് അവന്. അവന് എങ്ങനെ ബാക്കിയുള്ളവരെ സ്നേഹിക്കാൻ പറ്റുക? വെറുപ്പാ അവൻ ഈ ലോകത്തോട്. അവൻ ആരെങ്കിലും സ്നേഹിച്ച പിന്നെ അവനെ തലയിൽ വെക്കില്ല, അവൻ്റെ തലയിൽ വെച്ചുകൊണ്ട് നടക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ നിൽക്കുന്ന ഞാൻ. അവന് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ല, ഞങ്ങൾ ഒരുപാട് പേരുണ്ട് അവന്. ഞങ്ങൾ ഒരു ചെറിയ കോളനിയിലാണ് താമസിക്കുന്നത്, അറിയോ? ആ കോളനി നമ്മളെപ്പോലെ ഒരുപാട് പേരുണ്ട്. ബാക്കിയുള്ളവർക്ക് ഞങ്ങൾ തെണ്ടികളാ, ആർക്കും വേണ്ടാതെ കളഞ്ഞിട്ടേക്കുന്ന കുറെ ജന്മങ്ങൾ. പക്ഷേ റോക്കി, ഈ തെണ്ടികളൊന്നും ബാക്കിയുള്ളവർ പറയുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനവൻ. അവനൊരു പോറൽ പറ്റി ഞങ്ങൾ സഹിക്കില്ല. നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അവൻ എല്ലാ മാസവും പൈസ വാങ്ങിക്കും. അവൻ്റെ അവകാശം പോലെയാണ് അത് വാങ്ങിക്കുന്നത്. പക്ഷെ അത് അവൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ? ഞങ്ങൾക്ക് വേണ്ടി, ആ തെരുവിലെ തെണ്ടികൾക്ക് വേണ്ടി. ശരിയാ, അവൻ തെമ്മാടിയാ. എല്ലാവർക്കും അടിയും ഇടിയും ഒക്കെ ആയിട്ട് പൈസയ്ക്ക് വേണ്ടി കൊല്ലാനും നടക്കുന്ന ഒരുത്തൻ. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചേ. അവന് സ്നേഹിക്കാറില്ല. അവൻ ഇങ്ങനെ തന്നെ ആയിപ്പോവും. ബാക്കിയുള്ളവരെ കൊന്നും തിന്നും ആരെയും അവൻ സ്നേഹിക്കില്ല. അങ്ങനെ ഞാനും വിശ്വസിച്ചത്. പക്ഷെ അതൊക്കെ തെറ്റി. എപ്പോഴാണെന്നറിയോ? ഇപ്പൊ അകത്ത് കിടക്കുന്ന അവളെ കണ്ടതിന് ശേഷം. നിനക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അവൻ എത്രത്തോളം അവളെ സ്നേഹിച്ചിട്ടുണ്ടെന്ന്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടത് അവന്. അച്ഛൻ, അമ്മ, കുടുംബം. അവന് സ്നേഹിച്ച പെണ്ണിനെങ്കിലും സ്വന്തമാക്കാനുള്ള അവകാശമില്ലേ? അതിനു വേണ്ടി അവൻ എന്തും ചെയ്യും. അത് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. അവൻ ഉറപ്പായിരുന്നു. ഏവരടുത്ത് തന്നെ തെരുവ് തന്നെയായ അവനെ അവള് സ്നേഹിക്കൂ? ഒരിക്കലും ഇല്ല. ഇതുപോലെ തെമ്മാടിത്തരം കാണിച്ച് ആളെ കൊന്ന് നടക്കുന്ന അവനെ ആര് സ്നേഹിക്കാനാ? അതിനവൻ ഒരു വഴിയെ കണ്ടുള്ളൂ. നിന്റെ അച്ഛനോട് പറയാം. അയാള് വിചാരിച്ച അവളെ അവന് കിട്ടുമെന്ന് അവൻ വിചാരിച്ചു. റോക്കി അന്ന് ഏവയെ പറ്റി പറഞ്ഞതിന് ശേഷം നിന്റെ അച്ഛന് അവളെപ്പറ്റി എല്ലാ കാര്യങ്ങളും മനസ്സിലായത്. അയാൾ അവളെപ്പറ്റി എല്ലാം അന്വേഷിച്ചു. അവളെ കൂടെ കൂട്ടിയ നിങ്ങളുടെ ആസ്തിക്ക് അത് നല്ലതാണെന്ന് അയാൾ വിചാരിച്ചു. എന്നിട്ട് അയാൾ എന്താ ചെയ്തെന്നറിയോ? നിന്റെ അവളുടെ മാരേജ് ഉറപ്പിച്ചു. എന്നിട്ട് അലക്സ് അതിന് സമ്മതിക്കാതായപ്പോൾ
റോക്കിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. റോക്കിയുടെ ഏവയുടെയും കല്യാണം നടത്താൻ സമ്മതിക്കാത്തത് ഈ അലക്സ് ആണെന്ന്. എന്റെ കുഞ്ഞത് വിശ്വസിച്ചു. അതിനു വേണ്ടി അവനെ കൊല്ലാൻ അവൻ ഇറങ്ങി. അവനെ ഞാൻ തടയാൻ നോക്കിയാൽ അത് നടക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു അവനെ കൊല്ലാൻ നോക്കുന്നു. പക്ഷെ അവനറിയാതെ അലക്സിനെ ഞാൻ രക്ഷിച്ചു. അവൻ ജീവനോടുണ്ടെന്നറിയാതിരിക്കാൻ ഇത്രയും നാളും അവനെ ഞാൻ ഒളിപ്പിച്ച് പാർപ്പിച്ചു. എന്നിട്ട് അയാൾ എന്ത് ചെയ്തെന്നറിയോ? എൻ്റെ കുഞ്ഞിനെ അയാൾ ആ ഫാം ഹൗസിൽ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് നീയും അവളുമായിട്ടുള്ള കല്യാണം നടത്തി. പാവം എൻ്റെ കുഞ്ഞ് ഇത്രയും നാളും അതിനകത്ത്. ഒരു ദിവസം അവൻ നടന്ന് എങ്ങനെയോ പുറത്തു വന്നു. പുറത്തു വന്നപ്പോ എല്ലാം അറിയും. അവൻ നേരെ എൻ്റെ അടുത്ത് വന്നു. കുറെ കരഞ്ഞു. ഇന്നേ വരെ അവനങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. നേരെ അവൻ ബാറിലേക്ക് പോയി. അവിടെ വെച്ച് അവൻ അവളെ വീണ്ടും കണ്ടു. ഏവ അവളെ വീട്ടിൽ കൊണ്ടുപോയി. പക്ഷെ അവിടെ ആ മാത്യു വന്നു. നീ എങ്ങനെ പുറത്തു വന്നത്? അത് തന്നോട് ഞാൻ എന്തിനാ പറയുന്നത്? ഡോ, താൻ അവളെ എന്റെ അകറ്റി മാറ്റുമായിരുന്നല്ലേ? എന്നെ ചതിക്കുമായിരുന്നല്ലേ? എന്റെ പെണ്ണാണോ അത്? അവളെ താൻ അവളെന്റെയാ. അത് എന്ത് വില കൊടുത്തിട്ടായാലും ഞാൻ സ്വന്തമാക്കിയിരിക്കും. താൻ ഓർത്ത് വെച്ചോ. സെബാസ്റ്റ്യൻ, നിന്നോട് ഞാൻ പറഞ്ഞതാ ഇവനെ നോയിക്കോളൂ. ഇവൻ എങ്ങനെയാ പുറത്തു പോയത്? അത് സോറി സാർ, ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇവൻ ഈ പുറത്തിറങ്ങരുത്, കേട്ടല്ലോ? എന്നെ തുറന്നു വിടാനാ പറഞ്ഞത്. അവളെന്നെയോ? വേറെ ആർക്കും ഞാൻ അവിടെ വിട്ടുകൊടുക്കില്ല. ഒരുപാട് ദിവസമായിട്ട് അവനെ കാണാതായപ്പോ എനിക്ക് മനസ്സിലായി അയാൾ അവനെ വീണ്ടും ഇവിടെ ഒളിപ്പിച്ചിട്ടുണ്ട്. ഫാം ഹൗസിൽ തന്നെ ആയിരിക്കും ഞാൻ ഊഹിച്ചു. ഞാൻ അങ്ങോട്ട് പോയി. ധ്രുവ, നിനക്കെന്താ ഇവിടെ കാര്യം? സത്യം പറ, റോക്കി ഇവിടെ ഇല്ലേ? ഇല്ല. ഓഹോ, അവനിവിടെ ഇല്ല അല്ലേ? തൻ്റെ വീട്ടില് തൻ്റെ ഭാര്യയും മക്കളും ഉണ്ടല്ലോ അല്ലേ? വാട്ട്? ഇപ്പൊ തനിക്കൊരു കോള് വരും. അതെടുത്ത് സംസാരിച്ചോ. ഹലോ ധ്രുവ, ഞാൻ എല്ലാം പറയാം. അവരൊന്നും ചെയ്യരുത്, അവരെ വെറുതെ വിട്ടേക്ക്. ഗുഡ്. പറ, റോക്കി എവിടെ? ഇവിടെ ഉണ്ട്, ആ മുറിയില്. എൻ്റെ ഭാര്യ മക്കളും. ഡാ, ആരോ ഇട്ടേരാ. റോക്കി, ധ്രുവ, ഏവ, നീ അറിഞ്ഞോ ധ്രുവ? അയാൾ ഏവ അവന് കൊടുത്തു. ഞാനിതൊക്കെ നോയിക്കൊണ്ട് നിൽക്കണോ? ഞാനിതിന് സമ്മതിക്കില്ല. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം.
അന്ന് നടന്ന സംഭവത്തിൻ്റെ CCTV വിഷ്വൽസ് വേറെ ആർക്കും കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിരുന്നു. അത് റോക്കിൻ്റെ നിന്ന് വാങ്ങി. എന്നിട്ട് ഏവയ്ക്ക് വിഷ്വൽസ് അയച്ചു കൊടുത്തു, നിന്നെ അവിടെ അകറ്റാൻ വേണ്ടി. ആൻഡ് എനിക്കറിയാം നീ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതല്ലാന്ന്. ഇറ്റ് വാസ് ഓൾസോ റോക്കി. അവനാ നിനക്ക് വിഷം തന്നത്. അറിയാം എല്ലാം തെറ്റാ, പക്ഷെ അവൻ ഇത്രയൊക്കെ ചെയ്തിട്ട് താൻ എന്ത് ന്യായം ഈ പറയാൻ വരുന്നത്? താൻ ഓർത്തോ, എൻ്റെ ഏവയ്ക്ക് എന്തേലും പറ്റിയാ പിന്നെ അവൻ ഈ ഭൂമിയിലുണ്ടാവില്ല. ഞാനാ പറയുന്നത്. അലക്സി നിർത്ത്. അയാൾ പറയുന്നതിലും കാര്യമുണ്ട്. എന്ത് ന്യായം ഉണ്ടെന്നാ നീ പറയുന്നറേ? അവളെ കൊല്ലാൻ നോക്കിയതോ അതോ നിന്നെ കൊല്ലാൻ നോക്കിയതോ? എന്തിനാ നീ ന്യായം കണ്ടുപിടിച്ചത്? അവളെയോ നിന്നെയോ എന്നെയോ കൊല്ലാൻ നോക്കിയതല്ല. അവൻ ഇത്രയും നാളും അവൻ ഡിസൈവ് ചെയ്ത ഒന്നും അവന് കിട്ടിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. നീയോ ഞാനോ ആയിരുന്നെങ്കിലോ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാതെ നാട്ടുകാരുടെ ആട്ടും തുപ്പും സഹിച്ച് തെരുവുകൊണ്ട് ആവേണ്ടി വന്ന അവൻ്റെ അവസ്ഥ. എന്ന് വെച്ച് അവന് നീ ഏവയെ കൊടുക്കോ? ഒരിക്കലും ഇല്ല അലക്സ്. ഷീസ് മൈ വൈഫ്. എൻ്റെ ഭാര്യയാണ് അവള്. അവളെ ഞാൻ ആർക്കും കൊടുക്കില്ല. ബട്ട് റോക്കി, ഷീ ഡിസേർവ് ടു ബി ലവ്ഡ്. അതിനെന്ത് വേണമെന്ന് നീ പറയുന്നത്? സംസാരിക്കണം. ദേഷ്യവും വഴക്കും വാശിയും ഒന്നുമില്ലാതെ മനുഷ്യനായിട്ട് അവനെ നമുക്ക് പഴയ പോലെ ആക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കാം അലക്സ്. അവന് സ്നേഹം എന്താണെന്ന് അറിയില്ല. അറിയാൻ അവനത് ആരും കൊടുത്തിട്ടില്ല. അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മളെല്ലാവരും മനസ്സ് വിചാരിക്കണം, അവനെ ഇനി ഇതേപോലെ കൊണ്ടുപോയാൽ അവൻ്റെ അവസ്ഥ ഇത്രയും മോശമായിരിക്കും. നമ്മളിപ്പോൾ ഈ കണ്ടതിനേക്കാളും വലുത് ചിലപ്പോൾ കാണേണ്ടി വരും. അതിനേക്കാളും നല്ലത് അവനെ മനസ്സിലാക്കിയാൽ ശ്രമിക്കുന്നതാ. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്നേഹം എന്തെന്ന് പോലും അറിയാത്ര മൃഗമാണ്. എനിക്കൊന്നും പറയാനില്ല. അലക്സേ, ഇങ്ങോട്ട് നോക്ക്. നമുക്ക് എന്ത് പറ്റിയാലും അവനൊന്നുമില്ല അല്ലേ? പക്ഷെ ഒന്ന് ഓർത്ത് നോക്ക്, അവൻ്റെ കൈ കൊണ്ട് ഏവയ്ക്ക് ഇങ്ങനെ ഒന്ന് പറ്റിയപ്പോൾ അവൻ്റെ ചങ്ക് പിടഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ സ്നേഹമില്ലാഞ്ഞിട്ടാ. അവൻ്റെ ഉള്ളിൽ സ്നേഹിക്കാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഏവെ അവന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. ഒന്ന് മനസ്സിലാക്കാം വി ക്യാൻ. ഡോക്ടർ, പേടിക്കാനൊന്നുമില്ല കേട്ടോ. റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട്. മുറിവിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആൾ റെസ്റ്റ് എടുക്കട്ടെ. ആർക്കെങ്കിലും കയറി കാണണമെങ്കിൽ കണ്ടോ. താങ്ക് ഗോഡ്. ധ്രുവ, റോക്കിയോട് വരാൻ പറ. ഞാനും അലക്സ് അകത്തുണ്ടാവും. അവനോട് വരാൻ പറ. അലക്സ്, വാ. നീ ഓക്കെ അല്ലേ? വാ. റോക്കി, പോകാൻ പറ. പ്ലീസ് പോകാൻ പറ. ഏവാ, ഡോണ്ട് വറി. പേടിക്കാതെ. അവനൊന്നും ചെയ്യില്ല കേട്ടോ. പേടിക്കാതെ. കുറെ കാര്യങ്ങൾ നിന്നോട് പറയാണ്ടേവാ. നിന്നോട് മാത്രമല്ല റോക്കി, നിന്നോടും. സോറി ഏവ. ഞാൻ നിന്നെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല ഒന്നും. ഞാൻ കാരണം നീ എൻ്റെ കൈ കൊണ്ട് നിന്നെ വേദനിപ്പിച്ചെന്ന് നോക്കുമ്പോൾ എനിക്ക്
എന്നോട് എന്തെങ്കിലും ഒന്ന് മിണ്ടേവ പ്ലീസ് പ്ലീസ് ഏവ എന്തേലും ഒന്ന് സംസാരിക്കാൻ എന്നോട്. റോക്കി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഏവയ്ക്ക് സമയം കൊടുക്ക. അവളിപ്പോഴും ഒന്ന് പുറത്തു വന്നിട്ടില്ല. ഏവ പ്ലീസ് ഏവ എന്തേലും ഒന്ന് സംസാരിക്ക പ്ലീസ്. റോക്കി നമ്മളിപ്പോൾ പറയുന്ന ഒരു കാര്യം കേൾക്കുന്നില്ല എന്നുള്ള സത്യം. ഏവയെ പോലെ തന്നെ അവനും ആ ഷോക്കിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. സമയം കൊടുക്കുക രണ്ടുപേർക്കും. നമുക്ക് നാളെ സംസാരിക്കാം, അതാ നല്ലത്. ഏവ ഏവ അലക്സ് അലക്സ് എണീക്ക്. ഏവയെ കാണാനില്ല. എന്ത് ഏവ റോക്കി ഇവിടെ ഇല്ല. റോക്കി അവളെ എവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ജോ എവിടെ? അവരറിയായിരിക്കും അവൻ അവളെ അങ്ങോട്ട് എങ്ങോട്ടാ പോയെന്ന്. ഉറങ്ങിക്കോട്ടോ. I'm really sorry for hurting you. എനിക്കറിയാം ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. But don't worry, ഇനി ഒരിക്കലും നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല. ഉറങ്ങിക്കോ and get ready for our big day. ചിന്നമ്മ അവളെ ഒരുക്ക, ഞാൻ പുറത്തുണ്ടാവും. ശരി കുഞ്ഞെ. പിന്നെ അവളുടെ ദേഹത്ത് മുറിവുള്ളതാ, സൂക്ഷിച്ച് ചെയ്യണം. അവൾക്ക് വേദനിക്കരുത്, കേട്ടല്ലോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം കുഞ്ഞെ, നീ പേടിക്കണ്ട. മോഞ്ചല്ലേ? എണീറ്റോ ഏവാ? നിന്നെ ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട്, ശരിക്കും ഒരു പ്രിൻസസിനെ പോലെ. നീ എന്തായാലും എന്തെങ്കിലും തുളിച്ചു വെക്കുന്നേ? ഞാനാ റോക്കി. റോക്കി, എന്താ ഇത്? ഞാനിങ്ങനെ ഇവിടെ വന്നത്? ഏവാ, നീ എന്തിനെങ്കിലും ദേഷ്യപ്പെടുന്നു? ഞാനാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതെന്റെ വീടാ, അല്ല നമ്മുടെ വീടാ. എന്നെ തിരിച്ചുകൊണ്ട് വിട്, എനിക്കിവിടെ നിൽക്കണ്ട. അത് മാത്രല്ല, ഞാനെന്ത് ഈ വേഷത്തിന്? നീ പേടിക്കണ്ടേവാ. നിന്നെ ഡ്രസ്സ് മാറ്റിയത്, ഇങ്ങനെ ഇത്ര ഒരുക്കിയത് ഒന്നും ഞാനല്ല, ചിന്നമ്മയാ. ഇന്ന് നമ്മുടെ മാരേജാ. എന്ത്? യെസ്, ടുഡേ ഈസ് അവർ ബിഗ് ഡേ. വാ, നീ എൻ്റെ മാത്രമാവാൻ പോവാ, എൻ്റെ മാത്രം. നോ, ഞാനിതിന് സമ്മതിക്കില്ല. നീ ഇതിന് സമ്മതിക്കും, മനസ്സിലായില്ലേ? വാ, ഇന്ന് നിന്റെ എൻ്റെ മാരേജാണ്, അതിനൊരു മാറ്റവും ഇല്ല. ഞാൻ സമ്മതിക്കില്ല. ഇന്ന് ഈ മാരേജ് നടന്നിരിക്കും, ഞാനാ പറയുന്നത്. വാ എൻ്റെ കൂടെ. എന്നെ വീട്
റോക്കി, വിടടാ അവളെ. എന്നെ വീട്. എനിക്ക് പറയാനുള്ളതും കൂടെ നീ കേക്ക്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല റോക്കി. ഞാൻ സ്നേഹിച്ചതും എന്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും റയാനെയാണ്. He is my husband. എന്റെ ഭർത്താവാണ് അയാള്. റയാനെ അല്ലാതെ ഞാൻ മറ്റാരെയും സ്നേഹിച്ചിട്ടില്ല, ഇനി സ്നേഹിക്കുകയില്ല. And I just hate you. ഇന്നിവിടെ മാരേജ് നടന്ന നീ ഓർത്തോ റോക്കി, പിന്നെ ഞാൻ ജീവനോട് ഉണ്ടാവില്ല. റോക്കി, പ്ലീസ് ജസ്റ്റ് ലീവ് മീ. അവന് സ്നേഹം എന്താണെന്ന് അറിയില്ല. അറിയാൻ അവനത് ആരും കൊടുത്തിട്ടില്ല. അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മളെല്ലാവരും മനസ്സ് വിചാരിക്കണം, അവനെ ഇനി ഇതേപോലെ കൊണ്ടുപോയാൽ അവൻ്റെ അവസ്ഥ ഇത്രയും മോശമായിരിക്കും. നമ്മളിപ്പോൾ ഈ കണ്ടതിനേക്കാളും വലുത് ചിലപ്പോൾ കാണേണ്ടി വരും. അതിനേക്കാളും നല്ലത് അവനെ മനസ്സിലാക്കിയാൽ ശ്രമിക്കുന്നതാണ്. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? റോക്കി, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. ഞാൻ സ്നേഹിച്ചതൊക്കെ അവനെയാ. എനിക്ക് അവന്റെ കൂടെ ജീവിക്കാനാ ഇഷ്ടം. I love him. അവനെ കണ്ട പോലെ എനിക്ക് നിന്നെ കാണാൻ പറ്റില്ല റോക്കി. ഒന്ന് മനസ്സിലാക്ക. കണ്ട നാൾ മുതൽ അവനെ ഇഷ്ടമായിട്ട് ഇന്നേ വരെ എനിക്ക് അവനോട് എന്റെ ഇഷ്ടം തുറന്നു പറയാൻ പറ്റിയിട്ടില്ല. എനിക്ക് അവന്റെ കൂടെ ജീവിക്കണം, കൊതി തീരുന്ന അത്രയും ജീവിക്കണം. പ്ലീസ് റോക്കി, എന്നെ നിനക്ക് മനസ്സിലാവില്ലേ? എന്റെ സന്തോഷമാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ അവന്റെ കൂടെ മാത്രമേ ഹാപ്പി ആയിട്ടിരിക്കൂ റോക്കി. പ്ലീസ്. പോ. പോയിക്കോയവ. റയാൻ, നീ അവളെ വേദനിപ്പിക്കില്ലെന്ന് എനിക്കറിയാം. സ്റ്റേ വിത്ത് ഹർ. ധ്രുവ, വാ പോവാം. റോക്കി, നീ ഞങ്ങളുടെ കൂടെ വരണം. നിനക്കൂടെ അവകാശപ്പെട്ടതാണ് അവിടെ ഉള്ളത്. നോ, എൻ്റെ അവകാശങ്ങൾ എനിക്ക് പണ്ടേ വാങ്ങിച്ചെടുക്കാൻ കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതുമല്ല എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടിയാണ്. ഇന്ന് അവർക്ക് ആവശ്യമുള്ളതും അതിലധികവും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് അയാളുടെ പണത്തിൽ ഇനി ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകുന്നത് നിങ്ങൾക്കും അത്ര നന്നായിരിക്കില്ല. അതെനിക്ക് തന്നെ അറിയാം. അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. സന്തോഷത്തോടെ പറയുന്നത്. ചെല്ല്. നീ ഇവിടെ നിന്ന് പോയാലും നിന്റെ ഒരു വിളി ദൂരത്തിൽ ഞാനിവിടെ ഉണ്ട്. ചെല്ല്. ധ്രുവ, വാ. ഏവാ. പോവാം.
പോവാൻ വരട്ടെ, ഇപ്പോഴും ഒരു ചടങ്ങ് ബാക്കിയാ. എന്താ അത്? നീ അവനോട് നേരത്തെ പറഞ്ഞില്ലേ ഇത്രയും നാളായിട്ടും സ്വന്തം ഇഷ്ടം പോലെ ഇതൊരു തുറന്നു പറയാൻ പറ്റിയിട്ടില്ലെന്ന്? ആ വിഷമം ഇനി വേണ്ട, അന്ന് പറഞ്ഞേര്. അൻപേ 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 പേരൻപേ പേരൻപേ സോറി ഫോർ എവറിത്തിങ്. നിന്റെ അടുത്ത് നിന്ന് മാറി നടന്നേന്, ദേഷ്യപ്പെട്ടേന്, എല്ലാം. എനിക്കെൻ്റെ ലൈഫ് ലോങ് നിന്റെ കൂടെ ജീവിക്കണം. Love you more, Reva. റോക്കി, നിനക്കുള്ളിലൊരു തരി പോലെ സങ്കടമില്ല? സങ്കടം എനിക്ക്. ധ്രുവ, അവന് വേണ്ടി അവൾ എൻ്റെ മുന്നിൽ നിന്ന് ഒരു പുഴ തന്നെ ഒഴുക്കിയില്ലേ എൻ്റെ നെഞ്ചിൽ കിടന്ന്. പക്ഷെ അതേ സമയത്ത് എൻ്റെ നെഞ്ചിൽ അവൾക്ക് വേണ്ടി ഒരു സമുദ്രം തന്നെ ഞാൻ ഒളിപ്പിച്ചു വെച്ചേക്കാം. പക്ഷെ അത് ഞാനെങ്ങനെ പുറത്ത് കാണിക്കാൻ? എനിക്ക് ശരിക്കും ഞാനൊന്നും അറിയിക്കുന്നില്ലടാ. ഞാൻ അത്രയ്ക്ക് ചീത്തയാണോടാ ഞാൻ? അതെ, ചീത്തയാ. എൻ്റെ കൈ കൊണ്ടല്ല ഞാൻ അവളെ. ശരിക്കും ചീത്തയാ. ശരിയാ, റോക്കിക്ക് സ്നേഹിക്കാൻ അറിയില്ല. അവന് സ്നേഹിക്കാൻ ആരുമില്ലല്ലോ, ഹൃദയമില്ലല്ലോ അവന്. പിന്നെ ആരെ സ്നേഹിക്കാനാ? എങ്ങനെ സ്നേഹിക്കാനാ? റോക്കി, വേണ്ട ധ്രുവ, അവളെ പറ്റി നീ എന്നെ ഓർമ്മിപ്പിക്കരുത്. ശരിയാകില്ല. അവൾ സ്നേഹിച്ചത് അവനെയാ. അവളെ ഞാൻ സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ അവളുടെ ശരീരം മാത്രമേ സ്വന്തമാക്കാൻ പറ്റൂ. നീ അവളെ വിട്ടുകൊടുത്തതാണോ റോക്കി? അല്ല, ഞാൻ അവളെ വിട്ടുകൊടുത്തിട്ടില്ല. അവൻ നേടിയെടുത്തത് അവളെ. അവളുടെ ശരീരം എനിക്ക് സ്വന്തമാക്കാൻ കഴിയുമായിരിക്കും, അവളുടെ മനസ്സ് പറ്റില്ല. അവളുടെ മനസ്സ് അവൻ പണ്ടേ നേടിയെടുത്തത്. അവിടെ എനിക്ക് സ്ഥാനമില്ല. ഏവ, ഇതെങ്ങനെയുണ്ട്? ഇങ്ങനെ ഉണ്ടെന്ന്. ഇതിങ്ങോട്ടാ കണ്ടിട്ട് മനസ്സിലായില്ല? അത് മനസ്സിലാക്കി തരാം. धड़कन गवा चुके इस प्यार को क्या नाम दूं? Eva, what about
അയ്യോ, മാറി നിൽക്ക്. Can I? कैसे सहूं इस प्यार को, क्या नाम दूं, क्या नाम दूं, क्या नाम दूं। साइया वे अब रास्ता दिखा दे तू, तुझको है वास्ता, तू आ दे तू। साइया वे अब रास्ता दिखा दे तू, तुझको വെയിറ്റ്. ഞാനാ അലക്സ്. അത് കഴിഞ്ഞ് നമ്മുടെ ഫിൽറ്റു ഇങ്ങനെ കഥ നിർത്തി പോകുന്നത് നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഒരു മെയിൻ ഇവന്റ് നമ്മൾ മറന്നുപോയി. വില്ലൻ. ഈ കഥയിൽ ശരിക്കുള്ള വില്ലനെ നമ്മൾ ഇതുവരെ ഒരു പണി പോലും കൊടുത്തിട്ടില്ല അല്ലേ? അതോടൊന്നും കൊടുത്തേക്കാം. അതിനി കൊടുക്കാനൊന്നുമില്ല, ഞാൻ ഓൾറെഡി കൊടുത്തതാ. റോക്കി, അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനം. അപ്പോൾ ബൈ. Still, something is missing, Alex. What? What about me? ഞാൻ ഈ കഥയിൽ വെറുതെ വന്നതാണെന്ന് വിചാരിച്ചോ? ഒന്ന് ആലോചിച്ച് നോക്ക്. വേറെ 4 എപ്പിസോഡിലേ ഞാൻ വന്നിട്ടുള്ളൂ. ബട്ട് അതിനുള്ളിൽ ഞാനിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻസിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വില്ലൻ ഫാൻസ് അല്ലേ? സോ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ? जो टूटे ही नहीं, तुमसे ही जा जुड़े इशारों में कहीं। इस प्यार को क्या नाम दूं, खोए है कुछ अल्फाज क्यों, इस प्यार